നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ മാസം 10-ാം തീയതി, അതായത് 1201 മിഥുന മാസം 26-ാം തീയതി വെള്ളിയാഴ്ച, ശുക്രവാരം. ഇന്ന് വെള്ളിയാഴ്ച സൂര്യോദയം കാലത്ത് 6:12-നും അസ്തമയം വൈകിട്ട് 6:47-നുമാകുന്നു തൃശ്ശൂരിൽ. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, 10:30 മുതൽ 12 മണി വരെയുള്ള സമയം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി കാലത്ത് കറുത്തപക്ഷത്തിലെ ദശമി തിഥിയാണ്, 8:15 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ്, കൃഷ്ണപക്ഷ ഏകാദശി 8:15 മുതൽ. കൃഷ്ണപക്ഷ ഏകാദശി ഭഗവാൻ കൃഷ്ണനുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ഏകാദശി തിഥിയിൽ കുട്ടികളുടെ പേരിൽ വെണ്ണ നിവേദ്യം, അപ്രകാരം തന്നെ തുളസിമാല, പാൽപ്പായസ വഴിപാടായി സമർപ്പിക്കാം. ഏകാദശി കൃഷ്ണന് വളരെ പ്രാധാന്യമുള്ള ദിനമാണ്. ആ ഒരു പ്രാധാന്യം ഇന്നത്തെ ദിവസം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക, കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുക. ഇന്നത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഒരു ശുഭകാര്യത്തിനും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് ഭരണി. അപ്രകാരമുള്ള 6 നക്ഷത്രങ്ങളുണ്ട്. യമരുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ടൈവ 7 നാൾ. യമനെന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പിന്നീട് പൂരം, പൂരാടം, പുരുരുട്ടാതി, അപ്രകാരം തൃക്കേട്ട. 7 നക്ഷത്രങ്ങൾ. വിത്തിട്ടാൽ പൊടിക്കില്ല, യാത്ര പോയാൽ തിരിച്ചു വരില്ല. പക്ഷേ ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, ഇന്ന് ഭരണി നക്ഷത്രമാണ്, വെള്ളിയാഴ്ചയാണ്. ഭദ്രകാളി പ്രീതിക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലതാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ശത്രുസംഹാര കുരുതി, എന്ത് തടസ്സങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കാം. കർമ്മതടസ്സമുണ്ടെങ്കിൽ കർമ്മമുട്ട്, ശത്രുദോഷമുണ്ടെങ്കിൽ ശത്രുമുട്ട്, ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ദേഹമുട്ട് ചെയ്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക. എല്ലാ ദുരിതങ്ങളും ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലതാണ്. വെള്ളിയാഴ്ചയും ഭരണി നക്ഷത്രവും. ഇന്ന് 1:15 വരെ ഭരണി നക്ഷത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കാർത്തിക നക്ഷത്രമാണ്. കാർത്തികയും ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല. വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് കാർത്തിക. 6 നക്ഷത്രങ്ങളുണ്ട്. കൃത്രിക, ഭാഗ്യ, മൂലാച്ച, മക, ചിത്രാജ, രേവതി. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിനം എന്ത് ചെയ്യാം? വൈകിട്ട് ശിവക്ഷേത്ര ദർശനം നടത്താം. ആദ്യത്തെ ഹൃദയമന്ത്രം ജപിക്കാം. കാലത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ ആവട്ടെ. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ എന്ന പ്രാർത്ഥന. ആവതിയും കരണീയം ചരണീയം സ്മരണയുഗളം അമ്പായാഹ. ആപത്തിൽ വരുമ്പോൾ ദേവിയുടെ പാദങ്ങളിൽ വീഴുക. ആ സ്മരണം ബ്രഹ്മാദീനബി കിങ്കരീകരോധി, ബ്രഹ്മാവിനെയും തന്നെ കിങ്കരനാക്കി മാറ്റും. ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ 1:20 മുതൽ 2 മണി വരെ തീരുമാനിക്കുക. യാത്രയ്ക്കോ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾക്കോ പറ്റിയ ദിവസമല്ല. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ 1:20 മുതൽ 2 മണി വരെ സമയം. നന്ദി, നമസ്തേ.